പഠിക്കണം ചരിത്രം. മഹാന്മാരായ മഖ്ദൂം കുടുംബത്തിലെ ഉന്നതരായ ഉലമാ അവര് ഈ മഹാന്മാരായ കൊണ്ടോട്ടി മശായിഖന്മാരോട് സ്വീകരിച്ചിരുന്ന സമീപനം, അബ്ദുൽ അസീസ് മഖ്ദൂം വലിയ പണ്ഡിതനല്ലേ, മഹാനവറുകൾ ഈ കൊണ്ടോട്ടി മശായിഖന്മാരോട് സ്വീകരിച്ചിരുന്ന നിലപാടെന്താ? അതുപോലെ തന്നെ അവിടെ നല്ലൊരു വിഭാഗം ആളുകൾ ഈ കള്ളത്തരവരിങ്ങനെ പ്രചരിപ്പിച്ചു. ഇവിടെ കൊണ്ടോട്ടി മശായിഖന്മാർക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ, ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി. അപ്പോ പൊന്നാനിയിൽ നിന്ന് ഒരു വിഭാഗം ഉലമാ നേരിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി എത്തി. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അവർ പഠിച്ചു. ബോധ്യപ്പെട്ടപ്പോ അവര് തുറന്നു പറഞ്ഞു, ഈ പറയുന്നതിൽ വസ്തുതയില്ല, ഇത് സത്യസന്ധമല്ല, ഇത് കളവാണ് എന്ന് ബോധ്യപ്പെട്ട് പൊന്നാനിയിൽ 2 ടീമായി മാറി. പൊന്നാനിയിൽ ഈ വാദം വാദിച്ച ആളുകൾ ഒരു ടീമും, ഈ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടീമും 2 ടീമായി. കേൾക്കണം മലയാളികൾ, മാലോകർ, കേരളീയർ. ചരിത്രത്തിൽ കേരളത്തിന്റെ മക്ക എന്ന് വിശേഷിപ്പിക്കുന്ന പൊന്നാനിയിലെ പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി നിർമ്മാണം നടന്നതിന് ശേഷം ചരിത്രത്തിലാദ്യമായി പൊന്നാനി പള്ളി പൂട്ടിക്കിടക്കേണ്ട അവസ്ഥ വന്നത് എന്തിന്റെ പേരില? ഈ കൊണ്ടോട്ടി മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ വാദമുന്നയിച്ചപ്പോ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അതിനെതിരെ ഒരു ടീം ശക്തമായ നിലയുറപ്പിച്ചപ്പോ പൊന്നാനിയിൽ 2 ടീമായി മാറി. അവസാനം അതിന്റെ പേരിൽ തർക്കവിതർക്കങ്ങൾ ഉടലെടുത്തു. പള്ളി വരെ പൂട്ടിക്കിടന്നു. ഇവരെ വർത്താനം കേട്ട എന്താ തോന്നുക? പൊന്നാനിയിലുള്ള ആലിമീങ്ങളൊക്കെ കൊണ്ടോട്ടി മശായിഖന്മാർക്കെതിരാണ്. പച്ച നോണ പറയാ. കള്ളന്മാര്, ദജ്ജാലൂന കദ്ദാബ്, കള്ളത്തരം മാത്രം പറഞ്ഞ് പ്രചരിപ്പിച്ച് പ്രസ്ഥാനത്തെ വളർത്തുക. ഇത്ര കാലായി നിങ്ങൾ തുടങ്ങിയിട്ട്